ആദംസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NUS +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആയിരുന്നു ഇന്നലെ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് എ പാർട്ട് ഓഫ് ലീഗൽ എൻവയോൺമെന്റ്? A. Government policies towards business. B. Companies Act 2013. C. Life expectancy rate. D. Geographical factors. A. Government policies towards business ആണ് ഉത്തരം. Question number 2. The process of eliminating unnecessary controls and restrictions on the smooth functioning of the business enterprise is called A. Liberalization. B. Privatization. C. Globalization. D. Indianization. എലിമിനേറ്റിംഗ് നെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അല്ലേ? അപ്പം ഫങ്ഷനിങ് ഒക്കെ സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് അത് ലിബറലൈസേഷൻ ആണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡെലിവറിംഗ് ഗവൺമെൻറ് സർവീസസ് ഡിജിറ്റലി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ആർ ഓഫ് ദി കോമ്പോണൻസ് ഓഫ് A. മേക്ക് ഇൻ ഇന്ത്യ. B. പ്രൈവറ്റൈസേഷൻ. C. ഡിജിറ്റൽ ഇന്ത്യ. D. ഗ്ലോബലൈസേഷൻ. ഉറപ്പായിട്ടും ആ ക്വസ്റ്റിനകത്ത് തന്നെ ഉത്തരമുണ്ട് അല്ലേ, ഡിജിറ്റൽ ഇന്ത്യ. നാലാമത്തെ ചോദ്യം. ടു പ്രൊവൈഡ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവാർഡ്സ് A. ഗവൺമെൻറ്. B. ഷെയർ ഹോൾഡേഴ്സ്. C. കൺസ്യൂമേഴ്സ്. D. കമ്മ്യൂണിറ്റി. ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആദ്യം കൺസ്യൂമേഴ്സിനോടാണ് അല്ലേ? ഈ പറയുന്ന എല്ലാവരോടും തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ പ്രൊവൈഡ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അത് ബിസിനസ് ആദ്യം നിറവേറ്റേണ്ടത് കൺസ്യൂമേഴ്സിനോടാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ഇറ്റ് മേ ക്രിയേറ്റ് a false sense of security among employees of an organization in the sense that activities may take place as per plan, therefore there is no need to worry. It may create false sense of security among employees of an organization. A. പ്ലാനിങ്. B. ഓർഗനൈസിങ്. C. സ്റ്റാഫിംഗ്. ഡയറക്റ്റിംഗ് ആണ് D. അപ്പോൾ അതിൽ A. പ്ലാനിങ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രോസസ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. A. പ്ലാനിങ്. B. ഓർഗനൈസിങ്. C. സെലക്ഷൻ. D. കമ്മ്യൂണിക്കേഷൻ. ഏതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ആക്ടിവിറ്റീസ്? പിന്നെ അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് B. ഓർഗനൈസിങ് ആണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ദ ആക്റ്റീവ് പ്രോസസ് ഓഫ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ് ഈസ് കോൾഡ്. ആക്റ്റീവ് പ്രോസസ് ഓഫ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക്, ഒരു വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു, അത് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നു, അക്കൗണ്ടബിലിറ്റിയുടെ ഒരു ക്രിയേഷൻ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? B. ഡെലിഗേഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ദ ഫിനാൻഷ്യൽ ഡിസിഷൻ ദാറ്റ് ഈസ് കൺസേൺ വിത്ത് ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ് ഈസ് കോൾഡ് A. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. B. ഡിവിഡൻഡ് ഡിസിഷൻ. C. ഫിനാൻസിങ് ഡിസിഷൻ. D. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. C. ഫിനാൻസിങ് ഡിസിഷനാണ് ഉത്തരം. ഇനി ഒൻപതാമത്തെ ചോദ്യം. ഇറ്റ് ഡീൽസ് വിത്ത് ഫ്രെയിമിംഗ് ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ് ഇൻ റിലേഷൻ ടു പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദീസ് ഫണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. A. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. B. ഫിനാൻഷ്യൽ ഡിസിഷൻ. C. ഫിനാൻസിങ് ഡിസിഷൻ. D. ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഫ്രെയിമിംഗ് ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ് ഇൻ റിലേഷൻ ടു പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്. C. ഫിനാൻസിങ് ഡിസിഷനാണ് ഉത്തരം വരുന്നത്. പത്താമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് മാറുന്നതാണ്. A. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. B. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. C. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. D. ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ C. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ് ഉത്തരം. 11ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ കോൾഡ് പെർപെച്വൽ ഡിബഞ്ചേഴ്സ്? പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത് ഏതാണ്? ഇറഡീമബിൾ ഡിബഞ്ചർ ആണ് ഉത്തരം. അടുത്തത്. ദ ഫണ്ട് വിച്ച് ആർ നോട്ട് പെയ്ഡ് ബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ആർ കോൾഡ് ആസ് ഡാഷ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ദ ഫണ്ട് വിച്ച് ആർ നോട്ട് പെയ്ഡ് ബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year, 1 yearനുള്ളിൽ കൊടുക്കണ്ടാത്തത്, അപ്പോൾ അത് ലോങ് ടേം അല്ലേ? A. ലോങ് ടേം. B. ഷോർട്ട് ടേം. C. മീഡിയം ടേം. D. ബോത്ത് A ആൻഡ് C. 1 yearനുള്ളിൽ കൊടുക്കണ്ടാത്തത് നമുക്ക് ലോങ് ടേം എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം.
വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 4 P's ഓഫ് മാർക്കറ്റിംഗ്? ലാസ്റ്റ് നമ്മൾ റിവിഷൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് ആ 4 P's ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അല്ലേ? പ്രോഡക്റ്റ്, പ്രൈസ്, പബ്ലിസിറ്റി, പ്ലേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ അല്ലേ? അപ്പോൾ പബ്ലിസിറ്റി അല്ലല്ലോ. അപ്പോൾ നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത് പബ്ലിസിറ്റി ആണ്. 14ാമത്തെ ചോദ്യം. ദോസ് ഹൂ ആക്ട്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്മോൾ ട്രേഡേഴ്സ് ആർ കോൾഡ്. പ്രൊഡ്യൂസേഴ്സിനും സ്മോൾ ട്രേഡേഴ്സിനും ഇടയ്ക്കുള്ള ലിങ്ക് ആരാണ്? എ മിഡിൽമെൻ, ബി ഹോൾസെയിലേഴ്സ്, സി റീറ്റെയിലേഴ്സ്, ഡി ബയേഴ്സ്. ഇതിൽ ഹോൾസെയിലേഴ്സ് ആണ് ഉത്തരം വരേണ്ടത്. 16ാമത്തെ ചോദ്യം. ആൻ എക്സ്പ്രഷൻ യൂസ്ഡ് ആസ് എ ഡിസ്ക്ലെയിമർ അഗെയിൻസ്റ്റ് എ ക്ലറിക്കൽ എറേഴ്സ് ഈസ് കോൾഡ്. എ E&OE, ബി FOB, സി COD, ഡി CIF. എ E&OE ആണ് വരുന്നത്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ്. ഓക്കെ, അടുത്തത്. ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് വിച്ച് സ്റ്റേജ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്? എ ഫസ്റ്റ്, ബി തേർഡ്, സി ലാസ്റ്റ്, ഡി സെക്കൻഡ്. ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അടുത്തത്. ദ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ബൈ transforming into an unreadable format is called a virus, B cryptography, C hacking, D e-business. Protecting information by transforming into an unreadable format. ഇതിൽ നമുക്കതിനെ ക്രിപ്റ്റോഗ്രഫി എന്നാണ് പറയാൻ സാധിക്കുന്നത്. 19ാമത്തെ ചോദ്യം. ദ ഓപ്പോസിറ്റ് ഓഫ് ട്രഡീഷണൽ കൊമേഴ്സ് മോഡൽ ഓഫ് B2C ഈസ് കോൾഡ്. എ C2B, ബി B2B, സി B2C, ഡി C2C. C2B ആണ് ഉത്തരം. ഇനി അടുത്തത്. ദ കൺവേർഷൻ ഓഫ് ഡേറ്റ ഇൻ ടു എ കോഡ് so that it cannot be read by other users is called. A password, B authentication, C encryption, D digital signatures. C encryption ആണ് ഉത്തരം. അപ്പോൾ നമ്മൾ സെക്ഷൻ എ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി അടുത്ത പാർട്ട് സെക്ഷൻ ബി ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതായിരിക്കും. താങ്ക് യു.